നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് പണം എങ്ങനെ തിരികെ കൊടുക്കാൻ കഴിയുമെന്നറിയാൻ താൻ നിയമോപദേശം തേടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ 300ഓളം സഹകരണ ബാങ്കുകൾ ഇടതുപക്ഷ നിയന്ത്രണത്തിലുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലേത് വലിയ കുറ്റകൃത്യമാണ്. പെൺമക്കളുടെ കല്യാണത്തിനും മറ്റുമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് പാവപ്പെട്ടവർ വളരെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയെടുത്ത പണമാണ് ചിലർ തട്ടിയെടുത്തത്. കർഷകരുടെ, കൂലിപ്പണിക്കാരുടെ സമ്പത്താണ് നഷ്ടമായത്. കേരളത്തിലെ ഒരു ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത 90 കോടി രൂപ, അതായത് കരുവന്നൂർ ബാങ്ക്, ഇഡി കണ്ടുകെട്ടിക്കഴിഞ്ഞു. ഇത് തട്ടിപ്പിനിരയായവർക്ക് എങ്ങനെ തിരികെ കൊടുക്കുമെന്നതിൽ ഞാൻ നിയമോപദേശം തേടി എന്നും അദ്ദേഹം പറയുന്നു. പണം ഏത് വിധേനയും അവർക്ക് മടക്കി നൽകാനാണ് ശ്രമം. പാവങ്ങളുടെ പണം തട്ടിയെടുത്തവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു. ഇങ്ങനെ രാജ്യത്തൊട്ടാകെ കണ്ടുകെട്ടിയത് 17,000 കോടി രൂപയാണ്. ഇത് നിക്ഷേപകർക്ക് മടക്കി കൊടുത്തിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, സാധാരണക്കാരുടെ ജീവിത പ്രശ്നമാണെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അഴിമതി വിരുദ്ധ നടപടികളുടെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തന്റെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചു. ഇഡി പലതരത്തിലുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണം മോദി നിഷേധിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ, മയക്കുമരുന്ന് മാഫിയകളുടെ അങ്ങനെ പല കേസുകളും ഇഡി അന്വേഷിക്കുന്ന കേസുകളിലുണ്ട്. വെറും 3% മാത്രമാണ് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുള്ളവ. 2014 മുമ്പ് ഇഡി 1800 കേസുകളെ രജിസ്റ്റർ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ 10 വർഷത്തിനിടെ 5000-ലേറെ അഴിമതി കേസുകളാണ് ഇഡി എടുത്തത്. UPA കാലത്ത് വെറും 5000 കോടി രൂപയെ കണ്ടുകിട്ടിയിട്ടുള്ളൂ. എന്നാൽ 2014 ശേഷം ഇതുവരെ 1.25 ലക്ഷം കോടി രൂപ ഇഡി കണ്ടുകെട്ടിക്കഴിഞ്ഞു. ഇത് രാജ്യത്തിന്റെ സമ്പത്താണ്. ഇത് തെളിയിക്കുന്നത് ഇഡിയുടെ കാര്യക്ഷമതയാണ്. അഴിമതി തടയണമെങ്കിൽ ഇത്തരം ഏജൻസികളെ സ്വതന്ത്രമായി വിടണം. അവർ അവരുടെ ജോലി ചെയ്യട്ടെ. ഇതിൽ രാഷ്ട്രീയക്കാർ ഇടപെടരുതെന്നും ഇഡിയെ തടയാൻ പ്രധാനമന്ത്രിക്ക് പോലും അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതായാലും കരുവന്നൂരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ പണം കിട്ടുമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവുമായുള്ള ആ ഫോൺ സംഭാഷണത്തിലും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കരുവന്നൂരിലെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയമല്ല, സാധാരണക്കാരന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ മോദി സാധാരണക്കാരെ കൃത്യമായി തന്നെ വിലയിരുത്തുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടായ ഒരു നേതാവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ വിഷയത്തിലായാലും, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായാലും, അതുപോലെ തന്നെ നമുക്കറിയാം ശുചിമുറികൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശുചിമുറികൾ, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ശുചിമുറികളുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ശുചിമുറികളുടെ കാര്യത്തിൽ അവരെ നരേന്ദ്രമോദി സർക്കാരിനെ കളിയാക്കിയവരാണ് കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമില്ല. കാരണം ഇവിടെ ശുചിമുറികൾ കൂടുതലുണ്ട്, ഒരു പക്ഷേ അല്ലെങ്കിൽ സ്ഥലം കൂടുതലുണ്ട്. അതല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് ബാത്റൂമിൽ പോയാൽ, അതായത് പബ്ലിക് കംഫർട്ട് സ്റ്റേഷനുകളിൽ പോയാൽ രാത്രി വരെ സ്ത്രീകളടക്കമുള്ളവർ ഇങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ശുചിമുറികൾ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ സാനിറ്ററി നാപ്കിൻ അടക്കമുള്ളവ സ്ത്രീകൾക്ക് നൽകി. അവരുടെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗ്യാസുമായി ബന്ധപ്പെട്ടാണ്. അവർ തീ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട്, വിറകുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പരിഹരിക്കുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറി. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഹൗസിംഗ് പദ്ധതികൾ, ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി 50% സംവരണം കൊടുക്കുമെന്നാണ്. സ്വന്തം പാർട്ടിയിൽ പോലും സംവരണം കൊടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെയും സുരക്ഷിതത്വമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പ്രിയങ്ക വാദ്രയുടെയും ഒക്കെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പ്രിയങ്ക വാദ്ര പറയുന്നത് ഇവിടെ കേരളത്തിൽ വാളയാറിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്നാണ്. പാർട്ടിയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവരുടെ പാർട്ടിയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ സുരക്ഷിതത്വമുണ്ടോ? രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ ഒരു പെൺകുട്ടി കുത്തിക്കൊലയപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ളത്? ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണോ? അത് വ്യക്തമാക്കേണ്ടത് പ്രിയങ്ക വാദ്ര തന്നെയാണ്. രാജസ്ഥാനിലെ മന്ത്രി തന്നെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ സ്ത്രീപീഡന കേസുകൾ വന്നിട്ടുള്ള സംസ്ഥാനം രാജസ്ഥാനാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടുപോയത് അവിടുത്തെ മന്ത്രി തന്നെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വാക്കുകളെല്ലാം പാഴ്വാക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.